ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അജ്വകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ നോമ്പുത്തോറ ബീച്ചിലുള്ള വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എല്ലാവരും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോ കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നൊരു അടിപൊളി ഡ്രോയിങ് ഒന്ന് യൂട്യൂബിൽ കണ്ട് അത് ഇന്ന് നമ്മളെ നോട്ട് ബുക്കിൽ ഡ്രോയിങ് ചെയ്യാനുള്ളതായിട്ട് ഒരു ഡയറി ഉണ്ട് ഇന്ത്യയിൽ. ആ ഡയറിയിൽ അതൊന്ന് പകർത്താം ഗായ്സ്. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ, വാട്ടർ കളർ ഡ്രോയിങ്. അതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനാവശ്യമായ സാധനമൊക്കെ ഞാൻ അവിടെ വെച്ചിരിക്കുന്ന ഗൈസൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും ഇതേപോലെയൊക്കെ വാട്ടർ കളർ ചെയ്യണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഗൈസ്. ഞാൻ ചെയ്തതും എൻ്റെ കൂടെ തന്നെ എല്ലാവരും ചെയ്തോളൂ. അപ്പം ഞാൻ ഇവിടെയൊക്കെ സാധനങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ജോമെട്രി ബോക്സിൽ ഇതിൻ്റെ ഉള്ളിൽ പലത് സാധനങ്ങളും ഉണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇതാ നോക്കൂ എൻ്റെ ജോമെട്രി ബോക്സ് ലുക്ക്. ഇതിലാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് മായ്ക്ക ഡബ്ബറും കോപ്പി കട്ടറും പെൻസിലും പെന്നും സ്കെയിലൊക്കെ. അതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളെ വാട്ടർ കളറ്, എൻ്റെ പുതിയ വാട്ടർ കളറാണ് ഗൈസ്. പക്ഷേ അതിൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട, ഞാൻ ഒരു യൂസ് ചെയ്തിരുന്നു. പിന്നെ നമ്മളെ ഡയറി, ഒരു ഗ്ലാസ്സിൽ വെള്ളം. ഇവിടെ പിരിച്ചുകൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവരും ഇവിടെ ദുബായിലും എൻ്റെ ഉപ്പാൻ്റെ ഞങ്ങളെല്ലാവരും ഇവിടെ ദുബായിലും ജിദ്ദയിലൊക്കെ എന്താണ് ഫുഡ് കഴിക്കുമ്പോൾ ഈ സുപ്ര പറഞ്ഞ സാധനമാണ് ഈ കാണുന്നത്. ഈ സുപ്ര പറഞ്ഞ സാധനം വിരിച്ചിട്ടാണ് എന്താണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. അപ്പം അതിന് കുറച്ചൊരു പീസ് എടുത്തുകൊണ്ട് ഞാൻ വന്നത് നമ്മളെ പുതിയ ഡയറിയാണ് ഇത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം ഗൈസ്. പൊട്ടിക്കാം. ഞാൻ വീഡിയോയിൽ പൊട്ടിക്കാൻ വെച്ചിട്ട് എടുത്ത് വെച്ചതായിരുന്നു. ഞാൻ അതിൻ്റെ മുന്നേ ചെയ്ത ഡ്രോയിങ്ങുകളൊക്കെ ഗൈസ് ഞാൻ എന്താ പറയുക, ഞാൻ വേറെ ബുക്കിലായിരുന്നു ചെയ്തെങ്കിൽ. അപ്പം ഇത് പൊട്ടിച്ചാൽ കുറച്ച് പണിയുണ്ട് ഗൈസ്. നിങ്ങൾ ഞാൻ പൊട്ടിച്ചത് കണ്ടോളൂ. ഗൈസ്, നമ്മൾ അങ്ങനെ ഡയറി പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ അനിയനൊക്കെ നമ്മളെ ഡ്രോയിങ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. അല്ല, ഓൻ വലിച്ച് കയറിയിരിക്കണം ഗൈസ്. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് നമ്മൾ അവനക്ക് ക്യാമറ കൊടുക്കുന്നതാണ്. നമ്മൾ ഡയറിയാണത്. എൻ്റെ അപ്പാക്ക് കുറേ ഡയറി ഇങ്ങനെ ഓരോ സാധനം വാങ്ങുമ്പോൾ കിട്ടലുണ്ട് ഗൈസ്. ഇപ്പച്ചിൻ്റെ കടയിൽ നിന്ന്, ഉപ്പാൻ്റെ കടൻ്റെ അടുത്ത് നിന്നുള്ള കടയിൽ നിന്ന്. അപ്പം പുതിയ ഡയറി ഓരോന്ന് കിട്ടുമ്പോൾ എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് തന്നതിന് ഗൈസ്. അതാണ് നിങ്ങളിപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ഇവിടെ മൈ ഡ്രോയിങ് ബുക്ക് എന്നൊക്കെ എഴുതിയേക്കാം ഗൈസ്. മറ്റേ ഫസ്റ്റിൽ പേജിൽ തന്നെ തുടക്കം നമുക്ക് ഡ്രോയിങ് ചെയ്യാം. നമ്മൾ അനിയൻ ക്യാമറ പിടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മൈ ഡ്രോയിങ് ബുക്ക് എന്ന് ഇവിടെ എഴുതാം. എഴുതി കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് മൈ ഡ്രോയിങ് നോട്ട് ബുക്ക് എന്നൊക്കെ നമ്മളിവിടെ ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മളെ പരിപാടി ഇവിടെ തുടങ്ങാം. ഈ പേജല്ല, ഈ പേജിൽ നമുക്ക് പരിപാടി തുടങ്ങാം ഗൈസ്. ഞാൻ ഈ ഡ്രോയിങ് ചെയ്യണതൊക്കെ നമ്മൾ അനിയെ കാണിക്കും ഗൈസ്. എൻ്റെ ഇത് ചിക്കൻ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം. ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്താണ് ഗൈസ്. 20 ഷീറ്റ് ഉണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ അനിയൻ്റെയൊക്കെയാണ് ഇപ്പോൾ ഇത് ക്യാമറ ഉള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിക്കും. ആദ്യം തന്നെ ഗൈസ് നമുക്കിനി നമ്മളെ വാട്ടർ കളർ അൺബോക്സ് ചെയ്യാം. തുറക്കാനും കിട്ടണില്ല. അങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ വാട്ടർ കളർ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്കിനി ബ്രഷിനെ മൂടിയൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങോട്ട് തുറക്കാം. തുറന്നിട്ട് നമുക്ക് വെള്ളത്തിൽ മുക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ പേജ് മൊത്തത്തിൽ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഗൈസ്. നമുക്ക് ആദ്യം എന്താണ് ഈ പേജ് മൊത്തം ഒന്ന് വെള്ളം കൊണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യണം ഗൈസ്. ഇങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്യണം. വെള്ളം കൊണ്ട് ഒന്ന് ഇങ്ങനെ തടവിയാൽ വേഗം കളറായുമ്പോൾ പൊടിച്ചും ഗൈസ്. അതുകൊണ്ട് വെള്ളം നമുക്ക് ഇങ്ങനെ ഒറ്റിക്കാം. ഞാൻ യൂട്യൂബിൽ കണ്ടാണ്ടാണ് ഈ ചിത്രം എൻ്റെ നോട്ട് ബുക്ക് പകർത്തുന്നത് ഗൈസ്. എൻ്റെ ബുദ്ധിക്ക് കിട്ടിയ വർക്കൊന്നല്ല. വെള്ളം കൊണ്ട് നമ്മളിങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിനാവശ്യമായ കളർ എന്ന് പറയുന്നത് ഓറഞ്ചാണ് ഗൈസ്. ഓറഞ്ച് ഇങ്ങനെ എടുക്കാം.
കേട്ടോ നമുക്ക്. അത് പിരിച്ചുകൊണ്ട് ഈ സൂപ്പർ പറഞ്ഞ സാധനം പിരിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കളറൊക്കെ ആ ടേബിളിൽ ഒട്ടി പിടിച്ചാൽ പിന്നെ നമ്മളമ്മേൻ്റെയൊക്കെ ഉള്ള ചീത്തൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും ഗൈസ്. അതുകൊണ്ടാണ് നമുക്കിനി ഇത് ചെയ്തുകൊണ്ടിരിക്കാം. ഈ പേജ് മൊത്തം എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഞാൻ ചെയ്യണൊക്കെ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഓറഞ്ച് മൊത്തം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ ഈ പകുതി ഭാഗം ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം കളറാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ചുവപ്പാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ചുവപ്പ് കൊടുക്കാം. ഞങ്ങൾക്ക് ഏത് തീമാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ചുവപ്പിന് ഇവിടെ വരെ കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് റെഡ് ഓറഞ്ചും കൂടി മിക്സാക്കി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഞാൻ വിചാരിച്ചു ഇത്ര ഭാഗം മതി ചെയ്യാനെന്ന്. ഇനി ഞാൻ നാളെ ഇനി ഈറ്റിംഗ് ഒരു കളർ വെച്ചിട്ടുള്ള ഈറ്റിംഗ് ഞാൻ ചെയ്യുന്നതാണ് ഗൈസ്. പച്ച കളർ വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം രാത്രി നമ്മൾ കഴിക്കുന്ന വീഡിയോ ഞാൻ തിരികെ വിടും ഗൈസ്. ഇടുന്നാണ് എല്ലാവരും കാണണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ തന്നെ അടുത്ത് മഞ്ഞ ഇത് തുറക്കും. നമ്മൾ അനിയനെ കൊണ്ട് തുറപ്പിച്ചു, അഥവാ പൂടിപ്പോയി ഗൈസ്. എങ്ങനെയുണ്ട് അപ്പോൾ ഇതുവരെ കൊടുത്ത എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം. ഇനി നമുക്ക് മഞ്ഞ വേണ്ടിയത് നമുക്ക് മഞ്ഞ കൊടുക്കാം. ഇനി മഞ്ഞ കൊടുത്തിട്ട് കാണാം ഗൈസ്. നമ്മളിത് മഞ്ഞയും കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ആ കളർ ഈറ്റിംഗ് ചലഞ്ചിൽ ചിലപ്പോൾ ഞാൻ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യും ഗൈസ്. ഗ്രീൻ ആക്കാൻ മിക്കവാറും തോന്നും. സാധനമൊക്കെ ഒപ്പിക്കണം ഗൈസ്. ഇനി നമുക്ക് ബ്ലാക്ക് കൊണ്ട് ബോർഡറൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഗൈസ് അടി നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുമ്പോൾ മല ഇവിടെ അടിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം ഗൈസ്. അതാണ് അടുത്ത പരിപാടി. ഇനി നമുക്ക് മല പെൻസിലോണ്ട് ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഇതാക്കാം. മല ഞാൻ വരക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ ഒരു മല വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ക്യാമറ പൊടിച്ചിട്ട് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല ഗൈസ്. അനയെ എടുക്കോ പോയിട്ടുണ്ട് അങ്ങോട്ട്. ഞാൻ ക്യാമറ പൊടിച്ചില്ലാണ്ട് പോയിക്കണേ. അപ്പോൾ ഇനി നമുക്ക് ബ്ലാക്ക് ഒന്നായിട്ട് കൊടുക്കാം. ഇതിന് മേലെ കൊടുത്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ മലയും ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് എന്നൊക്കെ നിങ്ങൾ പറയണം. നമുക്ക് അടുത്തത് വെള്ളം ആവശ്യമുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ വെട്ടം വരച്ചിട്ട് നമുക്കിങ്ങനെ സൂര്യനാക്കി വെട്ടണം. നമ്മൾ അനിയൻ വന്നിട്ടുണ്ട് ഗൈസ്. സൂര്യനാക്കി കണ്ട് നമുക്ക് ക്യാമറ പിടിക്കാൻ ഇതിനുള്ളിൽ കൊടുത്താം. അപ്പോൾ ഗൈസ് നമ്മളുടെ ഒരു വെള്ള സൂര്യന് വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് മരം ഒന്നുമില്ല ഗൈസ്. നമുക്ക് ഇനി അടുത്ത് കാക്കച്ചി വരക്കണം. കാക്കച്ചി വരക്കണം. പിന്നെ പെൻസിലുകൊണ്ട് വരക്കാം. പെൻസിലോണ്ട് നമ്മൾ 3 കാക്കച്ചാള വരച്ചിട്ട് നമുക്ക് ബ്ലാക്ക് കൊണ്ട് ചെയ്യാം. ബ്ലാക്ക് ബ്രഷ് ഇങ്ങനെ ഇതായതുകൊണ്ട് തന്നെ ഇനി പരക്കുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ ചെയ്ത് നോക്കട്ടെ ഗൈസ്. അപ്പോഴും പറഞ്ഞില്ല ഗൈസ് ഇത് പരക്കും. ചെയ്യാൻ പറ്റണില്ല ഗൈസ്. എന്തായാലും കാട്ടിക്കൂട്ടൽ കാക്കച്ചിനൊക്കെ നമുക്ക് ഇതിമ കൂടെ വരക്കാം. ഇവിടെ വരച്ചു ഗൈസ്. അത് നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈ ലുക്ക്. ഇതാണ് ഞാൻ ഫോണിൽ കണ്ട ലുക്ക് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ലുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.